നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ ആരോഗ്യമേഖല ഗുരുതര പ്രതിസന്ധിയിൽ. വിദേശ തൊഴിലാളികളുടെ വരവ് കുത്തനെ ഇടിഞ്ഞു. ബ്രിട്ടനിലെ ആശുപത്രികളും കെയർ ഹോമുകളും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 93% ഇടിവുണ്ടായതാണ് ഇതിന്റെ പ്രധാന കാരണം. 2022 26,100 വിദേശ നഴ്സുമാർക്ക് പ്രവേശനാനുമതി നൽകിയപ്പോൾ 2025 ഇത് വെറും 1,777 ചുരുങ്ങി. കെയർ വർക്കർമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ തുടങ്ങിയ കെയറിംഗ് പേഴ്സണൽ സർവീസസ് വിഭാഗത്തിൽ 2023 1,07,847 പേർക്ക് വിസ നൽകിയിരുന്നത് 2025 3,178 കുറഞ്ഞു. ഇത് ഏകദേശം 97% ഇടിവാണ്. കുടിയേറ്റ നയങ്ങളിലെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് കാരണം പ്രാവീണ്യമുള്ള തൊഴിലാളികളുടെ വിസകൾ കുറയുകയും 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തുകയും ചെയ്തു. 25,000 നഴ്സിംഗ് ഒഴിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദേശ നഴ്സുമാരുടെ വരവ് കുറഞ്ഞത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആഭ്യന്തര റിക്രൂട്ട്മെന്റ് മന്ദഗതിയിലായതിനാൽ സ്ഥിതി ഏറ്റവും മോശം ഘട്ടത്തിലാണെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ പരിചരണ മേഖലയ്ക്ക് വിദേശ തൊഴിലാളികളുടെ കുറവ് വലിയ തിരിച്ചടിയാണെന്നും അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് അനിവാര്യമാണെന്നും നാഷണൽ കെയർ അസോസിയേഷൻ വിലയിരുത്തി. അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷവും ദേശീയ സമ്മേളനവും വോൾവർഹാംപ്ടണിൽ. യുക്മ നഴ്സസ് ഫോറം സംഘടിപ്പിക്കുന്ന 8ാമത് ദേശീയ സമ്മേളനവും അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷവും 2026 മെയ് 9 ശനിയാഴ്ച വോൾവർഹാംപ്ടണിലെ യുക്മ കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കും. റെസിലിയൻസ് ഇൻ നഴ്സിംഗ്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ എ ചേഞ്ചിങ് ഹെൽത്ത് കെയർ എൻവയൺമെന്റ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആരോഗ്യരംഗത്ത് അതിവേഗം സംഭവിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ നഴ്സുമാർക്ക് ആവശ്യമായ മാനസിക ദൃഢതയും പ്രായോഗികതയും കൈകാര്യം ചെയ്യാനുള്ള കഴിവുകളും വളർത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. ലിവർപൂളിലെ റോയൽ ലിവർപൂൾ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നഴ്സായ ജിനോയ് മദൻ, വിരാലിലെ അറോവെ പാർക്ക് ആശുപത്രിയിലെ ട്രോമ ആൻഡ് ഓർത്തോപെഡിക്സ് വിഭാഗത്തിലെ അഡ്വാൻസ്ഡ് നഴ്സ് പ്രാക്ടീഷണറായ ഫെമി ജോയ് തോണ്ടിക്കൽ എന്നിവർ മുഖ്യ പ്രഭാഷകരായിരിക്കും. നഴ്സിംഗ് മേഖലയിൽ നേരിട്ട വെല്ലുവിളികളും അതിജീവന തന്ത്രങ്ങളും സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. ഈ സമ്മേളനം നഴ്സുമാരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നേതൃപാഠവും വളർത്താനും മാനസിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനും സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ നൽകും. നഴ്സിംഗ് സമൂഹത്തിന് പ്രചോദനവും പുതുമയും നൽകുന്ന ഒരു വേദിയായിരിക്കും ഈ സമ്മേളനം. ഇൻസ്റ്റാഗ്രാമിന്റെ പുതിയ മുന്നറിയിപ്പ് സംവിധാനം കുട്ടികളുടെ സുരക്ഷയ്ക്ക്. ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ കൗമാരക്കാരായ കുട്ടികൾ സ്വയം ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ തിരഞ്ഞാൽ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പുതിയ സംവിധാനം മെറ്റ അവതരിപ്പിച്ചു. UK, US, ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിലാണ് ഈ സംവിധാനം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് ഈ മാറ്റമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ ഈ നീക്കം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കുമെന്ന് കുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന മോളി റോസ് ഫൗണ്ടേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്ലാറ്റ്ഫോമിലെ ഹാനികരമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യുന്നതിന് പകരം ഉത്തരവാദിത്തം മാതാപിതാക്കളിലേക്ക് കൈമാറാനാണ് മെറ്റ ശ്രമിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ വിമർശിച്ചു. മുൻകൂട്ടി തയ്യാറെടുക്കാത്ത മാതാപിതാക്കൾക്ക് ഇത്തരം സന്ദേശങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു. മെറ്റ അധികൃതരുടെ ഈ നീക്കം ഫലപ്രദമല്ലെന്നും ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാതെ വെറും നോട്ടിഫിക്കേഷനുകൾ നൽകുന്നത് കുട്ടികളെ സംരക്ഷിക്കാൻ പര്യാപ്തമല്ലെന്നും വിമർശനമുണ്ട്. കുട്ടികളെ ശാക്തീകരിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് മെറ്റ പറയുന്നുണ്ടെങ്കിലും സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി കൃത്യമായ ബോധവൽക്കരണവും പ്ലാറ്റ്ഫോമുകളുടെ കർശന നിയന്ത്രണവുമാണ് ആവശ്യമെന്ന ചർച്ചകളും ശക്തമായിട്ടുണ്ട്. ഗോർട്ടൺ ഡെൻഡൻ ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയവുമായി ഗ്രീൻ പാർട്ടി. ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി. മാഞ്ചസ്റ്ററിലെ ലേബർ കോട്ടയായ ഗോർട്ടൺ ഡെൻഡൻ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടി ഗ്രീൻ പാർട്ടി ചരിത്രം കുറിച്ചു. ഗ്രീൻ പാർട്ടി സ്ഥാനാർത്ഥി ഹന്ന സ്പെൻസർ 14,980 വോട്ടുകൾ നേടിയാണ് പാർലമെന്റിലെ തന്റെ സീറ്റ് ഉറപ്പിച്ചത്. 2ാം സ്ഥാനത്തെത്തിയ റിഫോം UKയേക്കാൾ 4,402 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഹന്ന നേടിയത്. പതിറ്റാണ്ടുകളായി ലേബർ പാർട്ടിയുടെ കുത്തകയായിരുന്ന ഈ മണ്ഡലത്തിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് കീർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാരിന് വലിയ രാഷ്ട്രീയ ആഘാതമായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ റിഫോം UKയുടെ മാറ്റ് ഗുഡ്വിൻ 10,578 വോട്ടുകളുമായി 2ാം സ്ഥാനത്തെത്തി. എന്നാൽ
9364 വോട്ടുകൾ മാത്രം നേടാനായ ലേബർ പാർട്ടിക്ക് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായി ലേബർ പാർട്ടി മാത്രം വിജയിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ ഇത്തരമൊരു പരാജയം ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തതായിരുന്നു. 47.5% മണ്ഡലത്തിലെ പോളിംഗ് രേഖപ്പെടുത്തിയത്. വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഹന്ന സ്പെൻസർ ജനങ്ങൾ മാറ്റത്തിനായി ദാഹിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ഈ വിജയമെന്ന് പറഞ്ഞു. പഴയ രാഷ്ട്രീയ പാർട്ടികളെ തള്ളിക്കളഞ്ഞ് പ്രതീക്ഷയുടെ പുതിയ രാഷ്ട്രീയത്തെ ജനങ്ങൾ സ്വീകരിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗോട്ടൻ ടെൻഡലിലെ ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും വിഭാഗീയതയുടെ രാഷ്ട്രീയത്തെ വോട്ടർമാർ പരാജയപ്പെടുത്തിയെന്നും അവർ വ്യക്തമാക്കി. ഫ്ലൈറ്റ് ടിപ്പിംഗ് തടയുക, NHS മെച്ചപ്പെടുത്തുക തുടങ്ങിയവയ്ക്കായിരിക്കും താൻ മുൻഗണന നൽകുകയെന്നും ഹന്ന പറഞ്ഞു. I didn't grow up wanting to be a politician. I'm a plumber. And 2 weeks ago, during all this, I also qualified as a plasterer. Because even in chaos, even under pressure, I get things done. I am no different to every single person here in this constituency. I work hard. That is what we do. Except things have changed a lot over the last few decades. Because working hard used to get you something. It got you a house, a nice life, holidays. It got you somewhere. But now, working hard, what does that get you? Because talk to anyone here and they will tell you. The people who work hard but can't put food off the pension they worked hard to save for can't even begin to dream about ever having a holiday. Ever. Because life has changed. Instead of working for a nice life, we're working to line the pockets of billionaires. We are being bled dry. And I don't think it's extreme or radical to think working hard should get you a nice life. ഈ വിജയം ഗ്രീൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. വെസ്റ്റ്മിൻസ്റ്റർ പാർലമെന്റിൽ ഗ്രീൻ പാർട്ടിക്ക് ലഭിക്കുന്ന 5ാമത്തെ സീറ്റാണിത്. കൂടാതെ ഒരു പാർലമെന്ററി ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പാർട്ടി നേടുന്ന ആദ്യ വിജയവും. ഇംഗ്ലണ്ടിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആദ്യ സീറ്റുമാണിത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഗ്രീൻ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ലേബർ പാർട്ടി പ്രധാനമായും റിഫോം UKയാണ് എതിരാളിയായി കണ്ടിരുന്നത്. ഗ്രീൻ പാർട്ടിയുടെ സ്വാധീനം ലേബർ നേതൃത്വം വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ കുടിയേറ്റ നയങ്ങളോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് ഗാസ വിഷയത്തിലെ ലേബർ പാർട്ടിയുടെ നിലപാടുകളും തിരിച്ചടിയായെന്ന് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം കരുതുന്നു. വോട്ടെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ ലേബർ ഡെപ്യൂട്ടി ലീഡർ ലൂസി പവൽ തോൽവി സമ്മതിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ റിഫോം UKയുടെ ഭീഷണി തടയാൻ മാത്രം ശ്രമിച്ച ലേബർ പാർട്ടിക്ക് ഗ്രീൻ പാർട്ടിയുടെ മുന്നേറ്റം തടയാനായില്ല. ലേബർ കോട്ടകളിൽ വിള്ളൽ വീഴുന്നത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകും. വിജയ് ശ്രീലാളിതയായ ഹന്ന സ്പെൻസറെ ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളൻസ്കിയും പ്രവർത്തകരും ചേർന്ന് വൻ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന ഫാമിലി വോട്ടിംഗ് സംബന്ധിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സ്വതന്ത്ര നിരീക്ഷകരായ ഡെമോക്രസി വോളണ്ടിയേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പരിശോധിച്ച 22 പോളിംഗ് സ്റ്റേഷനുകളിൽ 15ഇടത്തും നിയമവിരുദ്ധമായി കുടുംബാംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന മുറിയിൽ ഒന്നിച്ച് പ്രവേശിച്ചതായി കണ്ടെത്തി. ഇത് 2023 ബാലറ്റ് സീക്രസി ആക്ട് പ്രകാരം UKയിൽ ക്രിമിനൽ കുറ്റമാണ്. ഈ കണ്ടെത്തലുകൾ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നതായും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നുമുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളൻസ്കി സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ ഇത്തരം പരാതികൾ കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റിഫോം UK ചെയർമാൻ ഡേവിഡ് ബുള്ളും ഇതിനെതിരെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ ജനാധിപത്യത്തിന് ഏൽക്കുന്ന കളങ്കമായി വിശേഷിപ്പിച്ച അദ്ദേഹം നിയമത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ അധികാരികളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലേബർ പാർട്ടിയും വിഷയത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായ തെളിവുകൾ പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികളെക്കുറിച്ച് പറയാനാകൂവെന്നും അവർ അറിയിച്ചു. അതേസമയം പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയും വോട്ടെടുപ്പ് സമയത്ത് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിവാദങ്ങൾക്കിടയിലാണ് ഗ്രീൻ പാർട്ടിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം. UK NHSൽ വിറ്റിലഗോ ചികിത്സയ്ക്ക് പുതിയ മരുന്ന്. വിറ്റിലഗോ എന്ന ദീർഘകാല ത്വക്ക് രോഗത്തിനുള്ള ചികിത്സയിൽ ബ്രിട്ടനിൽ പുതിയ നാട്ടുമരുന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു. റൂക്സോലിറ്റിനിബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ലേപനം ഇനി NHS വഴി ലഭ്യമാകും. രോഗിയുടെ പ്രതിരോധ സംവിധാനം പിഗ്മെന്റ് കോശങ്ങളെ ബാധിക്കുന്നതിലൂടെയാണ് സാധാരണയായി നിറം നഷ്ടപ്പെടുന്നത്.
റൂക്സോലിറ്റിനിബ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. 12 വയസ്സിന് മുകളിലുള്ള ശരീരത്തിന്റെ ഇരുവശങ്ങളിലും മുഖത്തും സാധാരണയായി കാണപ്പെടുന്ന നോൺ സെഗ്മെന്റൽ വിറ്റ്ലിഗോ ഉള്ളവർക്ക് ഇത് ലഭ്യമാക്കും. സ്റ്റിറോയിഡ് പോലുള്ള സാധാരണ ചികിത്സകൾ ഫലിക്കാത്ത സാഹചര്യങ്ങളിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഫേസ് 3 ക്ലിനിക്കൽ ട്രയലുകളിൽ ഇത് വലിയ തോതിലുള്ള ഗുണഫലങ്ങൾ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. മുഖത്തെ വിറ്റ്ലിഗോയിൽ 50% വരെ മെച്ചപ്പെടുത്തൽ പലരിലും കണ്ടു. ഈ പുതിയ ചികിത്സ രോഗത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ ലക്ഷ്യമിടുന്നതിനാൽ രോഗികൾക്ക് വലിയ ആശ്വാസമാകും. ലണ്ടൻ ഹൈദരാബാദ് വിമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നാഗ്പൂരിൽ ഇറക്കി. ലണ്ടനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ബ്രിട്ടീഷ് എയർവേസ് വിമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നാഗ്പൂർ വിമാനത്താവളത്തിലിറക്കി. വിമാനത്തിലെ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കിയെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വിമാനം നാഗ്പൂരിൽ നിലവിൽ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഹൈദരാബാദിലെ മോശം കാലാവസ്ഥയും കാഴ്ചക്കുറവും കാരണം നാഗ്പൂരിൽ ഇറക്കിയത്. വിമാനത്താവള അധികൃതർ പറയുന്നതനുസരിച്ച് വിമാനം വീണ്ടും സർവീസ് ആരംഭിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇത് യാത്രക്കാർക്ക് കാലതാമസത്തിനും ബുദ്ധിമുട്ടുകൾക്കും കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസവും തൊഴിലുമില്ലാത്ത യുവാക്കളുടെ എണ്ണം 1 മില്യൺ അടുക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, പരിശീലനം എന്നിവയിൽ പങ്കാളികളല്ലാത്ത 16-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ എണ്ണം 1 മില്യൺ എന്ന ആശങ്കാജനകമായ നിലയിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ 9,57,000 യുവാക്കളാണ് നോട്ട് ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ഓർ ട്രെയിനിങ് വിഭാഗത്തിൽപ്പെട്ടത്. ഇത് ഈ പ്രായവിഭാഗത്തിലെ 12.8%. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെയും ഗ്രാജുവേറ്റ് പദ്ധതികളിലെയും നിയമനക്കുറവ് കൂടുതൽ യുവാക്കളെ ഈ അവസ്ഥയിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജോലി അന്വേഷിക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും സജീവമായി ജോലി തേടാത്തവരുടെ എണ്ണം കുറഞ്ഞു. ദീർഘകാല അസുഖങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് പല യുവാക്കളും ജോലിയിൽ നിന്ന് പിന്തിരിയുന്നതിനുള്ള പ്രധാന കാരണങ്ങളെന്ന് യൂത്ത് ഫ്യൂച്ചേഴ്സ് ഫൗണ്ടേഷൻ പഠനം വ്യക്തമാക്കുന്നു. ഈ കണക്കുകൾ കടുത്ത വെല്ലുവിളിയാണെന്നും യുവാക്കളെ തൊഴിലിലേക്ക് ആകർഷിക്കാൻ അപ്രന്റീസ്ഷിപ്പുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചു. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ബാരിയർലെസ് പാർക്കിംഗ് സംവിധാനം. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ പാർക്കിംഗ് സംവിധാനത്തിൽ മാർച്ച് 25 മുതൽ നിർണായക മാറ്റം വരുന്നു. വിമാനത്താവളത്തിലെ എല്ലാ പ്രധാന പാർക്കിംഗ് മേഖലകളിലും ബാരിയർലെസ് സംവിധാനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ സാങ്കേതിക വിദ്യയുടെ ഭാഗമായി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ക്യാമറകൾ വഴി സ്വയമേവ സ്കാൻ ചെയ്ത് തിരിച്ചറിയും. ഇത് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും നിർത്തേണ്ട സാഹചര്യം ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കും. യാത്രക്കാർക്ക് സന്ദർശനം കഴിഞ്ഞ് ഓൺലൈനായോ ഫോൺ മുഖേനയോ ഓട്ടോ പേ സംവിധാനത്തിലൂടെയോ ഫീസ് അടയ്ക്കാം. മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തിയാൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുക സ്വയം ഈടാക്കുന്ന സംവിധാനവുമുണ്ട്. ഇത് പേയ്മെന്റ് മെഷീനുകൾ തേടി നടക്കേണ്ടതില്ലെന്നും തിരക്കേറിയ സമയങ്ങളിൽ നീണ്ട ക്യൂകൾ ഒഴിവാക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്തൃ സൗകര്യം വർദ്ധിപ്പിക്കാനും യാത്രാനുഭവം മെച്ചപ്പെടുത്താനുമാണ് ഈ മാറ്റമെന്ന് വിമാനത്താവള വക്താവ് അറിയിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.